ബിജെപി പ്രതീക്ഷിക്കാത്ത വിജയം എന്ന് വേണമെങ്കിൽ വിലയിരുത്തേണ്ടി വരും. ബിജെപിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല, ബിജെപിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ശക്തമായിട്ട് പ്രചാരണം നടത്തുമായിരുന്നു എന്ന് മാത്രമല്ല, മോദി കൂടുതൽ റാലികൾ നടത്തുമായിരുന്നു. ഇന്നിപ്പോ നരേന്ദ്രമോദി 6 മണിക്ക് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ മോദി വിജയം ഉറപ്പാക്കിയിരിക്കുന്നു. 7 മണിക്ക് അഭിസംബോധന ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ വിജയം ഉറപ്പാക്കിയതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യും, പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും എന്ന് പറയുന്നത്. അപ്പം ഹി ഹാസ് ഗോട്ട് സം ക്ലിയർ ഇൻഫർമേഷൻ indication that BJP is going to form the government എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ഈ നിമിഷം വെച്ച് പുലർത്തുന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം മനസ്സിലാകുന്നില്ല. ഇപ്പോഴും കുമാരി ഷെൽജയും ഭൂപിന്ദർ സിംഗ് ഹൂഡയും പവൻ കേരയും ജയറാം രമേഷും അടക്കമുള്ള നേതാക്കൾ പറയുന്നത് അവസാന നിമിഷം വരെ കാത്തിരിക്കൂ, റിസൾട്ട് ഞങ്ങൾക്ക് അനുകൂലമാകും എന്നാണ്. പക്ഷേ അതിൻ്റെ സൂചനയൊന്നും കാണുന്നില്ല. ചെറിയ വോട്ട് വ്യത്യാസത്തിൽ നിന്ന മണ്ഡലങ്ങളിൽ പോലും BJP അതിൻ്റെ ലീഡ് വർദ്ധിപ്പിക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനകത്ത് കുറച്ച് വൈകൽ വരുന്നുണ്ട്. കൗതുകമുള്ള വാർത്ത, ഹിസാറിൽ സാവിത്രി ജിൻഡാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സാവിത്രി ജിൻഡാൽ ജയിച്ചിരിക്കുന്നു. ഭൂരിപക്ഷം 19,475 വോട്ടിന്. ഈ ജിൻഡാൽ ഫാമിലി എന്ന് പറയുന്നത് BJPയുടെ ഒപ്പം നിന്നിട്ടുള്ള ഫാമിലിയാണ്. ജിൻഡാൽ ഫാമിലി ഒരു വലിയ ഇൻഡസ്ട്രി, എന്താ പറയുക, ജിൻഡാൽ എന്ന് പറയുന്നത് വലിയ വ്യവസായ പ്രമുഖരുടെ ഫാമിലിയാണ്. അവർ BJPയുമായി അസോസിയേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ സാവിത്രി ജിൻഡാലിന് സീറ്റ് കൊടുക്കാൻ സന്നദ്ധത കാണിച്ചിരുന്നില്ല. അതിൻ്റെ ഭാഗമായി BJP വിട്ടുപോയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ജിൻഡാൽ അവിടെ ജയിക്കുന്നു എന്നുള്ളതാണ് കൺവിൻസിംഗ് വിക്ടറിയാണ് അല്ലേ. ഏതാണ്ട് 19,000 പര വോട്ടുകൾക്കാണ് അവർ ജയിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. കാരണം വെച്ചാൽ BJP പറയുന്ന 51 സീറ്റുകളിൽ BJP മുന്നേറുമ്പോൾ 2 സീറ്റുകൾ INLDക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ JJP എന്ന് പറഞ്ഞ പാർട്ടി അതൊരു വൺ ടൈം വണ്ടറായി ഹരിയാനയിൽ അവസാനിച്ചു. 2019 10 സീറ്റുകൾ നേടി 14% വോട്ട് നേടി വന്ന JJP എന്ന പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ദുഷ്യന്ത് ചൗട്ടാലയും ഹരിയാന രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു. ഒരു സീറ്റ് പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദുഷ്യന്ത് ചൗട്ടാല 6ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ഒക്കെ ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ പാർട്ടി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. INLDയെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റിലാണ് വിജയിച്ചത്. ഇപ്പോൾ 2 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 2 സീറ്റ് കിട്ടുകയാണെങ്കിൽ പോലും, അതെ, അപ്പോൾ 2 സീറ്റ് കിട്ടുകയാണെങ്കിൽ പോലും അവർക്ക് ആ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്. നമുക്കറിയുന്നത് പോലെ ദേവിലാൽ മുതൽ തുടങ്ങുന്ന ഓം പ്രകാശ് ചൗട്ടാലയിലൂടെ വികസിച്ച, പിന്നീട് അജയ് ചൗട്ടാലയിലൂടെയും അഭയ് സിംഗ് ചൗട്ടാലയിലൂടെയും ഒക്കെ വളർന്നു വന്ന പാർട്ടിയാണ് INLD എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടി എന്ന് പറയുന്നത് ഒരു പരിവാർ പാർട്ടിയാണ്, ഒരു കുടുംബ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇപ്പോഴും നേരിയതാണെങ്കിൽ പോലും ഒരു സ്വാധീനം എപ്പോഴും ഹരിയാനയുടെ മണ്ഡലത്തിൽ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, കഴിഞ്ഞ 2019 അവർക്ക് ലഭിച്ചത് 31 സീറ്റാണ്. അവിടെ കോൺഗ്രസ് ഒരു വളർച്ച കാണിച്ച പാർട്ടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2014 വലിയ തിരിച്ചടി ആ പാർട്ടിക്ക് അവിടെ ഉണ്ടായി. അത് മോദി തരംഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അന്ന് 15 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ നേടാൻ കഴിഞ്ഞതെങ്കിൽ 2019 വരുമ്പോൾ അവർക്ക് 31 സീറ്റുകളായിട്ട് അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതാണ്ട് ഇരട്ടിയിലേറെ വർധന, 16 സീറ്റുകളുടെ വർധനയുണ്ടായി. അങ്ങനെ 31 സീറ്റുകൾ 2019 നേടിയ കോൺഗ്രസ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 10 സീറ്റിൽ 5 സീറ്റുകളും BJPയിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. ആ അർത്ഥത്തിൽ ഒരു വളർച്ച കാണിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഹരിയാനയിൽ. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, എല്ലാ ഘടകങ്ങളും എതിരായിരുന്നിട്ടും വലിയ രീതിയിലുള്ള വിക്ടറി, അതായത് ഇതുവരെ BJP ഹരിയാനയിൽ നേടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിക്ടറി 3ാം തവണ BJP കരസ്ഥമാക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ തവണ 2014 അവർ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് 47 സീറ്റാണ് ഉണ്ടായിരുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് കുറഞ്ഞ് 40ലേക്ക് BJP വീഴുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ നോക്കൂ, 2024 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ടാലി 51ലേക്ക് എത്തുന്നു. ഇനി 51 എത്തിയില്ല എങ്കിൽ പോലും 47 എന്ന് പറയുന്നത് നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ മാത്രം നേട്ടമല്ല, അതിന് വലിയ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഹരിയാന എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. BJPയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മുഖാമുഖം മത്സരിച്ച തെരഞ്ഞെടുപ്പാണ്.